എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു പോളിഗണിന് ടോട്ടൽ എത്ര ഡയഗണൽസ് ആണ് ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഒരു പോളിഗണിലെ ടോട്ടൽ നമ്പർ ഓഫ് ഡയഗണൽസ് എന്ന് പറയുന്നത് ആ പോളിഗണിലെ സൈഡ്സുമായി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഒരു പോളിഗണിന് n നമ്പർ ഓഫ് സൈഡ്സ് ആണുള്ളത് എങ്കിൽ അതിൽ ഡയഗണൽസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? n × n-3/2 ആയിരിക്കും അതിലെ നമ്പർ ഓഫ് ഡയഗണൽസ് എന്ന് പറയുന്നത്. നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കിയാലോ. ആദ്യമായിട്ട് ട്രയാങ്കിൾ തന്നെ എടുക്കാം. ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു 3 സൈഡഡ് പോളിഗൺ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ട്രയാങ്കിളിലെ നമ്പർ ഓഫ് ഡയഗണൽസ് എന്ന് പറയുന്നത് ഈ ഫോർമുല, നേരത്തെ പറഞ്ഞ ഫോർമുല ആയിട്ടുള്ള n × n-3/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? n-ന് 3 കൊടുത്താൽ പോരെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 × 3-3/2 എന്താ? 0. നമുക്കറിയാം ട്രയാങ്കിളിന് ഡയഗണൽസ് ഇല്ല എന്നുള്ളത്. അതായത് ഈ ഫോർമുല വെച്ച് ചെയ്യുന്ന സമയത്തും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? ട്രയാങ്കിളിന് ഡയഗണൽസ് ഇല്ല എന്ന് തന്നെയാണ് കിട്ടുന്നത്. അടുത്തത് നമുക്കൊരു ക്വാഡ്രിലേറ്ററൽ എടുത്ത് നോക്കാം. ക്വാഡ്രിലേറ്ററൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു 4 സൈഡഡ് പോളിഗൺ ആണ് അല്ലേ? അപ്പോൾ n എന്ന് പറയുന്നത് 4 ആണ് ഇവിടെ. ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് n × n-3/2, അതായത് 4 × 4-3/2 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 2 ആണ് അല്ലേ? അതായത് ഒരു ക്വാഡ്രിലേറ്ററലിന് ആകെ എത്ര ഡയഗണൽസ് ആണുള്ളത്? 2 ഡയഗണൽസ് ആണുള്ളത്. അടുത്തതായി നമുക്ക് പെൻറ്റഗൺ നോക്കാം. പെൻറ്റഗണിന് എത്ര സൈഡ്സ് ആണുള്ളത്? 5 സൈഡ്സ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ പെൻറ്റഗണിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഡയഗണൽസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഫോർമുല ഉപയോഗിച്ച് 5 × 5-3/2, അതായത് 5 ഡയഗണൽസ്. ഈ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, ഒരു പെൻറ്റഗണിന് 5 ഡയഗണൽസ് ആണുള്ളത്. നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കുമ്പോഴും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? ഒരു പെൻറ്റഗണിന് 5 ഡയഗണലാണ് കിട്ടുന്നത്. ഇനി ഹെക്സഗൺ ആണെങ്കിലോ? ഹെക്സഗൺ എന്ന് പറയുന്നത് ഒരു 6 സൈഡഡ് പോളിഗൺ ആണല്ലേ? അപ്പോൾ n × n-3/2 എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഡയഗണൽസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയിൽ n-ന് പകരം 6 കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഡയഗണൽസ് എന്ന് പറയുന്നത് 9 ആയിട്ടാണ് കിട്ടുന്നത്. ഒരു ഹെക്സഗണിന് 9 ഡയഗണൽസ് ആണ് ഉള്ളത്. അപ്പോൾ ഒരു n സൈഡഡ് പോളിഗണിന് എത്ര ഡയഗണൽസ് ഉണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ അറിയാലോ. വരച്ച് നോക്കാതെയും എണ്ണി നോക്കാതെയും തന്നെ ഇപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം അല്ലേ? എന്തായിരുന്നു ഫോർമുല? ടോട്ടൽ നമ്പർ ഓഫ് ഡയഗണൽസ് ഫോർ എൻ n സൈഡഡ് പോളിഗൺ എന്ന് പറയുന്നത് n × n-3/2. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന 15 സൈഡഡ് പോളിഗണിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഡയഗണൽസ് കണ്ടുപിടിച്ചൂടെ?